മിലു പാർക്കിൽ പോ. എന്നാ വാ, റെഡി. കയറി വണ്ടിയല്ലേ, പോണമെങ്കിൽ വന്നാൽ കയറിയാൽ കൊണ്ടുപോവാം അല്ലേ? റെഡിയല്ലേ? ഏത് പാർക്കാന്നല്ല അറിയാമോ? ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. എടി നിനക്കറിയാം നമ്മൾ ഏത് പാർക്കിലാണ് പോകുന്നതെന്ന്? എവിടാ? അവിടെ. അപ്പോൾ നമ്മൾ പോകുന്നത് പന്തളത്തിനടുത്ത് കുളനട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിനോടനുബന്ധിച്ച് അവർ നടത്തുന്ന ഒരു ഹെൽത്ത് പാർക്കാണ്. ആരോഗ്യ നികേതനം എന്നാണ് അതിൻ്റെ പേര്. അച്ചൻകോവിലാറിന് സമീപത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് പാർക്കാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ആ പാർക്കിൻ്റെ വിശേഷങ്ങൾ അറിയാം, കണ്ടു നോക്കാം. ഓക്കെ. ചുമന്ന കാറിൻ്റെ ഒരു മേളമാണല്ലോ. വണ്ടികളെല്ലാം വന്ന് നമുക്കൊണ്ട് ഓടിക്കാൻ പൊളിപൊളിക്ക് 100 കണ്ടോ? 100 കണ്ടോ കണ്ടോ? ചെറുതായിട്ട് നോക്ക്, ചെരി നോക്ക്. ശരിക്കും ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ടിമ്മി ടീച്ചറാണ്. ടിമ്മി ടീച്ചർ അവിടെ ഒരു പാർക്കുണ്ടെന്ന് അറിഞ്ഞിട്ടൊന്ന് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ കൂടിയതാണ്. അപ്പോൾ എന്തായാലും പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഒന്ന് പോയി കാണണമെന്ന് അതിയായ ഒരാഗ്രഹം. ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരേ ഒരു സ്ഥലം. അങ്ങനെ കറക്റ്റ് ചെങ്ങന്നൂർ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോഴാണ് ടിമ്മി ടീച്ചറിൻ്റെ കോൾ വരുന്നത്. ടിമ്മി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പോരെ, നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോകാമെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഈ ഇടവഴി കൂടെ ഞൊത്ത് ഞങ്ങൾ ടിമ്മി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഇനി ഇവിടെ അരമണിക്കൂർ കിടക്കാം. അങ്ങനെ ഷോർട്ട് കട്ട് കയറി ഞങ്ങൾ പുത്തങ്കാവിലെത്തി. പുത്തങ്കാവ് പള്ളിയുടെ മുന്നിൽ കൂടെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ വിലങ്കുട്ടനോട് പള്ളിയായി കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴാണ് മനസ്സിലായത് ഒരാൾ പകുതി ഉറക്കത്തിലാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതെന്ന്. ആ ഉറക്കത്തിൽ നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കയറ്റം കയറി മുകളിലോട്ട് പോകുന്നതാണ് ലിയോണിൻ്റെ വീടെന്ന് ലിയോൺ പറയുന്നു. എന്നാൽ കയറി നോക്കാം. ഹൗസ് വിസിറ്റിന് വന്നാ അങ്ങനെ ലിയോണിൻ്റെ വീട്ടിലേക്ക് കയറുകയാണ്. ലിയോണിൻ്റെ പപ്പയാണ് ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. അമ്മയെ കാണുന്നില്ല, അമ്മ തിരക്കിലാണെന്ന് തോന്നുന്നു. ഹൗസ് വിസിറ്റ് ഉണ്ടായത്. ലിയോണിൻ്റെ വീട് അന്വേഷിച്ച് വന്നതാ. ലിയോൺ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഹൗസ് വിസിറ്റിന് വന്നു. അപ്പൊ അതാ എന്തോ ഇയാളുടെ പേര്? പേരെന്തുവാ? പേര് 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 അമ്മയുണ്ടല്ലോ. ഹൗസ് വിസിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചില്ല ഹൗസ് വിസിറ്റിന്റെ ടീച്ചർ വരുമെന്ന്. എല്ലാവരും വീട്ടിൽ പോയി. ലിയോന്റെ വീട്ടിൽ
കാണില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതുകൊണ്ടാണോ? പക്ഷെ പാർട്ണർഷിപ്പൊക്കെ അടിക്കാൻ ഇപ്പൊ 3 വർഷം ചെയ്തൊക്കെ അതെ ഇച്ചിരി ഇളകിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കാം. ഓക്കെ, കൊറോണ സമയത്ത് ചെയ്തായിരിക്കും. ഇത് മുട്ടത്തോട് പൊടി ചേർത്താണോ? കൊറേ ഉണ്ടല്ലോ. എന്ത് 2 കളറ്? അത് വാസിന്റെ അവിടെ ഉണ്ട്. ഞങ്ങളെ സ്കൂട്ടർ ഇവിടെ പറയാൻ വന്നാ പോരെ? അപ്പോൾ അങ്ങനെ ദൂരമുള്ളോ? ഇവിടെ തിരിച്ചു വരാനോ? അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോകാൻ കയറുകയാണ് വണ്ടിയിലേക്ക്. എന്റെ ഭർത്താവ് ചേച്ചി മൊഴിയാണോ? അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ആരോഗ്യ നികേതനത്തിലെത്തി. മൊബൈൽ നമ്പർ പറയാമോ? ഇവിടെ ആദ്യമായിട്ടാണോ? അതെ. നമ്മുടെ പാർക്ക് നോർമൽ സാധാരണ പാർക്ക് പോലെയല്ല, ആരോഗ്യ നികേതനം എന്ന പേര് പോലെ തന്നെ 80 കാലഘട്ടം തൊട്ട് 2023 കാലഘട്ടം വരെയുള്ള കാര്യങ്ങളാണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ അപ്പന്മാർക്ക് ആയുസ്സും കൂടുതലായിരുന്നു, അവർ ആരോഗ്യം കൂടുതലായിരുന്നു. അത് പ്രതിപാദിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇവിടുന്ന് കയറുമ്പോഴത്തേക്ക് കാണാനും വായിക്കാനുമുണ്ട്, രണ്ടും ചെയ്യാം. എനിക്ക് മാത്രം ഇവിടെ മനസ്സിലാക്കി പോകാറില്ല. ഈ മഞ്ഞ പെയിൻറ്റിൽ മുടക്കാത്തത് കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാലഘട്ടമാണ്. അവർ താഴോട്ട് ആകുമ്പോഴത്തേക്ക് ഒരു ബേക്കറി ഉണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ നിന്ന് നമ്മുടെ മക്കളുടെ ഒക്കെ ഏകദേശ കാലഘട്ടമാണ്, ജങ്ക് ഫുഡിൻ്റെ കാലഘട്ടമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ ഒരു ഫാറ്റിയാത്ത മനുഷ്യൻ സ്വന്തം ശരീരത്തിൽ നിന്ന് ഫാറ്റ് വെട്ടിക്കുറയ്ക്കുന്നൊരു സ്റ്റാച്ചു ഉണ്ട്. അപ്പം അവിടെ തൊട്ട് ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെ വണ്ണം കുറയ്ക്കാം, അവർക്ക് എങ്ങനെ സിമ്മായിട്ട് നടക്കാം എന്നൊരു കൺസെപ്റ്റിലേക്ക് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് ഓപ്പൺ ജിമ്മും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അവിടെ നിന്ന് നേരെ മേൽപോട്ട് കയറുമ്പോൾ മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാം ഷോർട്ട് കട്ടാണ്. എല്ലാം ഹൈബ്രിഡിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ 100 വർഷം കൊണ്ട് ആവേണ്ട ഒരു വനം 10 വർഷം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്ന ഒരു സ്റ്റാച്ചു, ഒരു ചെറിയ വനമുണ്ട്. നമുക്ക് 4 മാസം പ്രായമായിട്ടുള്ളൂ. മിയാവാക്കി ഫോറസ്റ്റ് എന്നൊരു പേര് ജപ്പാൻ മുന്നിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇത് താഴെ നമുക്ക് കയറുമാറുണ്ട്. അവിടെ ഫോട്ടോഗ്രാഫിന് കയറാം. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അത് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഫോട്ടോ സെക്ഷനിൽ അത് കയറ്റി തിരിച്ച് വീണ്ടും പാർക്കി വന്ന് യൂസ് ചെയ്യാം. പിള്ളേർക്ക് ഡയറക്റ്റ് പാർക്കി പോകാൻ തുടങ്ങുമ്പോൾ ഡയറക്റ്റ് പാർക്കിൽ വിടാം. പക്ഷേ മുതിർന്നവർ ആരെങ്കിലും ഒക്കെ ഇത് കണ്ട് കറങ്ങി കാണണം എന്നുള്ളതാണ്. എങ്കിൽ കയറി എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചുമ്മാ ജസ്റ്റ് 4-3-7 കുട്ടികളുണ്ടെങ്കിൽ പിള്ളേർക്ക് ചെറിയ കാര്യങ്ങളുണ്ടാവും, എന്തുവാണെന്ന് മനസ്സിലാവില്ല. ഇത് നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്. ഈ 22 വർഷം കൊണ്ടുള്ള മാറ്റം, മനുഷ്യനുണ്ടായ മാറ്റങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, കുഞ്ഞിൻ്റെ ഉടുപ്പായിരുന്നു. തരി പിറകി നടക്കുന്നൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടൊരു സാധനം പെട്ടു, ഒരു സ്വർണ്ണക്കൊലുസ്. ഏകദേശം 1 പവനോളം വരും. നന്മയുള്ള ലോകമേ, അത് BGM ഇട്ട് പാടി ഞങ്ങളത് കൊണ്ടുവന്ന് ആ പുള്ളിക്കാരനെ ഏൽപ്പിച്ചു. അതവരെ
അതവർ ഇവിടെയുള്ള പാർക്കിൽ വരുന്ന കുട്ടികളുടേതായിരിക്കും. എന്തായാലും അതവർ നോക്കി കൊടുത്തോളാമെന്ന് പറഞ്ഞു. ഒറ്റക്കാലിലും ഉണ്ട്, നോക്കിയാൽ മതി. എന്ത് ചെയ്യാൻ അങ്ങനെ പാസ്സൊക്കെ കിട്ടി. ഇനി ആരോഗ്യ നികേതനത്തിലെ കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മുടെ പഴയ കാലത്ത് ഉദ്ദേശിച്ച് നമ്മളിങ്ങനത്തെ ഇനങ്ങളിലായിരുന്നു താമസിച്ചിരുന്നത്. പഴയ ഞങ്ങളുടെ വെച്ച് ഇത്രയും അല്ലായിരുന്നു. ഓല വേണ്ടിയാണോ മമ്മി പറഞ്ഞു. പണ്ട് അരിയൊക്കെ ഇട്ടിരുന്നതായിരിക്കാം. അല്ലാതെ പൂജയുടെയാണ്. അല്ലല്ല, അറിയാൻ ഇരിക്കുന്നേ ഉള്ളൂ മനുഷ്യരെ. കൂടെ ഇന്ന് ഫോട്ടോ എടുക്കണോ? കറണ്ട് തീങ്ക് വേണ്ട. സാഷ്ടാംഗം പ്രണമിച്ചത് അല്ലേ? ഗോലിസോട അപ്പച്ചൻ ചായ കുടിക്കുമോ? എനിക്ക് മാറ്റി കൊച്ചേട്ടൻ നിന്നോട് കയറി മറ്റേ ഇത് വാങ്ങിച്ചോ, നാരങ്ങ മുട്ടായി വാങ്ങിച്ചോ? കടയിൽ മേടിച്ചു. അല്ല വെള്ളിക്കൊലിസ. വെള്ളി ഒരു സ്വർണ്ണക്കൊലിസ അവിടെ കിട്ടിയേ. അവിടെ ഒരു സ്വർണ്ണക്കൊലിസ് കിട്ടി. ഇതാണ് അവർ പറഞ്ഞ വെള്ളച്ചാട്ടം കേട്ടോ. ഒത്തിരി ഇമാജിനേഷനിലേക്ക് പോയില്ലായിരുന്നു. ഭയങ്കര വെള്ളച്ചാട്ടം. നേരെ വെള്ളച്ചാട്ടം തോറ്റു പോകുന്ന വെള്ളച്ചാട്ടം ഇതാണ്. ഇന്നലെ ഏതുമാനത്തിലൊന്നും കയറാം. ശരിക്കും
വീടില്ല കേട്ടോ. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത്. എൻ്റെ അവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ. അയാളുടെ ഫാറ്റ് കൊത്തി ചെത്തി കളയുകയാണ്. അല്ല, 2 വയറുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓ എൻ്റെ ആളാ. ഈ ഭാഗത്താണ് എൻ്റെ ആളാ. വേണ്ട മാറ്റോ. ദൈവം എങ്ങനെ ഇതിന് ജീവൻ ഇപ്പൊ തിന്നു തീർക്കും. വെള്ളം വേണോ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു സായാഹ്നം. പാർക്കിലെ കാഴ്ചകളെല്ലാം ആവോളം ആസ്വദിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ നേരം സന്ധ്യയാകാനായിട്ട് തുടങ്ങുന്നു. എന്നിട്ടും പോകാൻ മനസ്സ് വരാതെ പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാലൊരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. വരവായിരുന്നു. ഈ കുട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? എന്തോ അയ്യോ എടുക്കല്ല ചെല്ലെന്താ വേണ്ടേ? 2 നാടൻ മുട്ട, കോഴിമുട്ട വേണം ചോദിക്കേ. മധുരമുട്ട വേണോ? എന്നെ വേണം ചോദിക്കേ. എടുക്കോ പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പറഞ്ഞോളെ കൊള്ളാമോ? അങ്ങനെ ശരിക്കും ഞങ്ങളിവിടെ എൻജോയ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഈ ഒരു സായാഹ്നം സന്തോഷപ്രദമാക്കി തന്ന ടിമ്മി ടീച്ചറിനോടും ഫാമിലിയോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. അതോടൊപ്പം ആരോഗ്യ നികേതനോടും